തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ അമ്മ സുജ മറ്റന്നാൾ നാട്ടിലെത്തും. തുർക്കിയിലുള്ള സുജ കുവൈത്തിലെത്തിയ ശേഷമാവും നാട്ടിലേക്ക് എത്തുക. ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കാണ് സുജ എത്തിച്ചേരുക. മിഥുന്റെ അമ്മ കുവൈത്തിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ വീട്ടുടമസ്ഥർ തുർക്കിയിലേക്ക് പോയപ്പോൾ സുജ തുർക്കിയിലേക്ക് പോയതാണ്. അവിടെ നിന്നാണ് ഇനി സുജ തിരിച്ച് നാട്ടിലേക്ക് എത്തേണ്ടത്. രഘുനാഥ് നാരായണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, ആ അമ്മയുടെ മാനസികാവസ്ഥ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മറ്റൊരു നാട്ടിൽ പോയി ജോലി ചെയ്യുന്ന ഒരു അമ്മയാണ്. ഇതുവരെ എത്തുമ്പോഴുള്ള ആ അമ്മയുടെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. സുജ എത്തിച്ചേർന്നതിന് ശേഷമായിരിക്കുമോ മകന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ? എപ്പോഴായിരിക്കും അമ്മ നാട്ടിലേക്ക് എത്തുക? സുജ എത്തിയതിനു ശേഷം മാത്രമേ സംസ്കാരം എപ്പോൾ വേണമെന്ന് തീരുമാനിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സുജയുടെ വരവ് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുക. തുർക്കിയിലാണ് നിലവിലുള്ളത്. അവിടെ നിന്ന് കുവൈറ്റിലെത്തി കുവൈറ്റിൽ നിന്ന് വേണം തിരുവനന്തപുരത്തേക്ക് എത്താൻ. നിലവിൽ അതിന്റെ ഒരു അന്തിമം ഒരു ഉറപ്പ് ആയിട്ടില്ല. ഏകദേശ ധാരണ മാത്രമേ ആയിട്ടുള്ളൂ. ഏതായാലും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവും.